നമസ്കാരം. നമസ്തേ. DRDOയുടെ നിർണായക രഹസ്യ വിവരങ്ങളെല്ലാം ഡാറ്റകളെല്ലാം ചോർന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളെല്ലാം വന്നായിരുന്നു. അപ്പം ഇതുതന്നെ കേരളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അലിബാബ ഗ്ലോബൽ ത്രെഡ് ഇൻ്റലിജൻസ് എന്ന് പറയുന്ന സൈബർ ഫോറൻസിക് സ്ഥാപനമാണ് ഇക്കാര്യങ്ങളെല്ലാം പുറത്തുവിടുന്നത്. അവർ പറയുന്ന പ്രകാരം ഡാർക്ക് വെബിൽ ഏകദേശം 31 GB വില വരുന്ന ഇന്ത്യയുടെ പല നിർണായക രേഖകളും ഡാർക്ക് വെബിൽ ഇപ്പോൾ ലഭ്യമാണ് എന്നുള്ളതും, അതും ചുരുങ്ങിയ പൈസക്ക് ഇതെല്ലാം വിൽക്കപ്പെടുന്നു എന്നുള്ള തരത്തിലേക്കാണ് അവർ പറയുന്നത്. പക്ഷേ ഇതൊന്നും എന്താ പറയുക, അൺക്ലാസിഫൈഡ് ഡാറ്റയാണ് എന്നുള്ള തരത്തിലേക്കാണ് DRDO പറയുന്നത്. ഇതിനെ പൂർണ്ണമായും തള്ളുന്നു. മറ്റു പല കാര്യങ്ങൾ, പ്രത്യേകിച്ച് ദ ടൈംസ് ഓഫ് ഇന്ത്യ ഒക്കെ പറയുന്നത് 2020-22 കാലഘട്ടത്തിൽ ചോർന്ന പഴയ ഡാറ്റയാണ് എന്നുള്ളതും, അതിന് ഇനി പ്രസക്തി ഇല്ല എന്നുള്ള തരത്തിലൊക്കെ ഞാൻ ഈ വാർത്തകൾ ടൈംസ് ഓഫ് ഇന്ത്യയിലൊക്കെ കണ്ടായിരുന്നു. അപ്പം യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ്? ഇത് എന്ന് ചോർന്ന വാർത്തയാണ്? അതല്ല ഇത് പുതിയതായ ചോർന്ന പല കാര്യങ്ങളാണോ? അതോ മുമ്പ് പഴയ ചോർന്ന കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പുതുക്കി വീണ്ടും ഈ പറഞ്ഞ പോലെ വെബ് ഡാർക്കിൽ ഇട്ടു എന്നുള്ള തരത്തിലേക്കാണ് വാർത്തകൾ പറയുന്നത്? അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ്? ഈ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്ത ഒരു വാർത്തയാണിത്. അതായത് DRDOയുടെ ഏതാണ്ട് 31 GB ഡാറ്റ $8,000 വിലയ്ക്ക് ഡാർക്ക് വെബിൽ വിൽക്കാനിട്ടിരിക്കുന്നു എന്നുള്ള ഒരു സൂചന. ഈ വാർത്ത പുറത്തുവിടുന്നത്, ഈ റിപ്പോർട്ട് മാധ്യമങ്ങൾ കോട്ട് ചെയ്തിരുന്നത്, ഉദ്ധരിച്ചത് ആലിബൈ ഗ്ലോബൽ ത്രെഡ് ഇന്റലിജൻസ് ഗ്രൂപ്പ് എന്ന കേരളം ആസ്ഥാനമായിട്ടുള്ള ഒരു സ്ഥാപനത്തെയാണ്. തിരുവനന്തപുരം ആസ്ഥാനമായിട്ടുള്ള ഒരു സ്ഥാപനമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു സൈബർ ഇന്റലിജൻസ് ഗ്രൂപ്പാണ്. അതുപോലെ സൈബർ സെക്യൂരിറ്റി മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. അവര് പീരിയോഡിക്കലി കാലാകാലങ്ങളിൽ ഈ ഡാർക്ക് വെബ് സ്കാൻ ചെയ്തിട്ട് പല നമ്മുടെ പല കോർപ്പറേറ്റ് സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ സർക്കാരുകളോ ഒക്കെ നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ച് പഠിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. അങ്ങനെയുള്ള ഒരു സ്കാനിങ്ങിനിടയ്ക്കാണ് അവർ കണ്ടെത്തിയെന്നാണ് അവര് വാർത്ത പുറത്തുവിട്ടത്. മീഡിയ റിപ്പോർട്ടുകൾ ഈ കഴിഞ്ഞ ജൂലൈ 27-നാണ് ആദ്യമായിട്ട് പുറത്തു വരുന്നത്. അതിനൊരു 2 ആഴ്ച മുമ്പ് തന്നെ ഈ രേഖകൾ ഡാർക്ക് വെബിൽ അവൈലബിൾ ആയിരുന്നു എന്നാണ് സൈബർ സെക്യൂരിറ്റി വിദഗ്ധനായ KS മനോജ് പറയുന്നത്. അദ്ദേഹത്തിനെയാണ് പല മാധ്യമങ്ങളും കോട്ട് ചെയ്തിരിക്കുന്നത്. ഇതില് DRDO അവരുടെ മറുപടിയുമായിട്ട് വന്നിട്ടുണ്ട്. ഫൗസ് പറഞ്ഞതുപോലെ അത് അത്ര ക്ലാസിഫൈഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഒന്നും അല്ല, ഒരു ഓൾഡ് ഇൻഫർമേഷൻ ആണ് എന്നൊക്കെയുള്ള രീതിയിൽ അതിന് വലിയ പ്രസക്തി ഒന്നുമില്ല എന്നുള്ള രീതിയിലാണ് സർക്കാർ, മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഇതിന് മറുപടി കൊടുത്തിരിക്കുന്നത്. അതായത് അവര് മാധ്യമങ്ങളിൽ വന്ന അവരുടെ ഒരു പ്രതികരണം നോക്കിയാല് മെറ്റീരിയൽ ഓൾഡ്, അൺക്ലാസിഫൈഡ്, ഔട്ട്ഡേറ്റഡ് ഓർ ഫാബ്രിക്കേറ്റഡ് എന്നുള്ളതാണ്. അതായത് പഴക്കം ചെന്നതോ രഹസ്യ സ്വഭാവം ഇല്ലാത്തതായിട്ടുള്ളതോ അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ടും വ്യാജമായിട്ട് നിർമ്മിച്ച അതോ ഒക്കെ ആയിട്ടുള്ള ഡേറ്റകളാണ്. അതിന് വലിയ കാര്യമില്ല എന്നുള്ളതാണ് അവർ നൽകുന്ന ഒരു വിശദീകരണം. പക്ഷേ അതിനും മറുപടിയുമായിട്ട് ഈ KS മനോജ് എന്ന സൈബർ സെക്യൂരിറ്റി വിദഗ്ധൻ രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, കുറച്ച് ബ്യൂറോക്രാറ്റുകൾ ഇരുന്ന് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല, ആരും വിഷമിക്കണ്ട എന്ന് കുറച്ച് ആശ്വാസവാക്ക് പറയുന്നത് കൊണ്ട് കാര്യമില്ല. ഇങ്ങനെയുള്ള ഡേറ്റ ഡാർക്ക് വെബിൽ അവൈലബിൾ ആണ്. എന്തുകൊണ്ടാണ് ഈ ഡേറ്റ പഴയതാണെന്ന് നിങ്ങൾ പറയുന്നത്? എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രതിരോധ സ്ഥാപനങ്ങളിൽ നിന്നൊന്നും ചോർന്നിട്ടില്ല എന്ന് വായിക്കുക, ജനം വിശ്വസിക്കേണ്ടത് എന്തുകൊണ്ടാണ്? അത് വെറുതെ അങ്ങ് പറഞ്ഞാൽ അങ്ങ് വിശ്വസിക്കാൻ പറ്റും. അതിന്റെ ഒരു വിശദീകരണം, നിങ്ങളൊരു പഠനം നടത്തിയിട്ടുണ്ടെങ്കിൽ ഇതിനെ സംബന്ധിച്ച്, ഇപ്പോൾ ഡാർക്ക് വെബിൽ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ നിങ്ങൾ പരിശോധിച്ചു, ഇന്ന കാരണങ്ങളാൽ ഇത് അപ്രസക്തമാണ് എന്നൊന്നും പറയാത്ത സാഹചര്യത്തിൽ, ഒരു സൈബർ ഫോറൻസിക് എന്ന് പറയുന്ന ഒരു പഠനം നടത്താത്ത സാഹചര്യത്തിൽ, അല്ലെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ, സൂചനകൾ, തെളിവുകളായിട്ട് സർക്കാർ പറയാത്ത സാഹചര്യത്തിൽ, അതുപോലെ തന്നെ ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള DRDOയുടെ ഉദ്യോഗസ്ഥരല്ല ഇത് പറയുന്നത്, DRDOയുടെ മുകളിൽ ഇരിക്കുന്ന IAS പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ മറുപടി. അതിന് DRDO മറുപടി കൊടുത്തിട്ടുണ്ട്. ഇപ്പോ ചുരുക്കി പറഞ്ഞാല്, ഇപ്പൊ നമ്മള് ഡാറ്റ ഏറ്റവും ആധുനികമായിട്ടുള്ളതോ നിർണായകമായിട്ടുള്ളതോ ആയിരിക്കില്ല എന്നുള്ള സർക്കാരിന്റെ ഒരു ഉറപ്പ്, ഒരു സമാശ്വാസ വാചകങ്ങൾ നമ്മൾ മുഖവിലക്ക് എടുത്താൽ തന്നെയും നമുക്ക് വേറെ ചില ചോദ്യങ്ങളോടുണ്ട്. ഈ ഒരു വിഷയത്തിൽ ഈ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണ് ഈ കൂടംകുളം ആണവ നിലയവുമായിട്ട് ബന്ധപ്പെട്ട
രഹസ്യങ്ങൾ പുറത്തു വന്നു. അതും രഹസ്യമായ ഡേറ്റ ഡാർക്ക് വെബിൽ അവൈലബിൾ ആണ്. ഇവിടെ ഇപ്പൊ ഡാർക്ക് വെബിൽ അവർ ഡേറ്റ ഇട്ടിരിക്കുന്ന 31 GB ഡേറ്റ ഉണ്ടെന്ന് പറയുമ്പോൾ അവർ സാമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഡോക്യുമെന്റ്സ് ഈ ഡാർക്ക് വെബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഡോക്യുമെന്റ്സിൽ ചിലരുടെ കയ്യൊപ്പ് വരെ ഉണ്ട്, ചില DRDOയുടെ ഉന്നത ഉദ്യോഗസ്ഥരുടെ. അപ്പൊ അത് ഫോർജ് ചെയ്തതാണോ? അതല്ല. അങ്ങനെയൊക്കെയുള്ള വിശദാംശങ്ങൾ ചൂണ്ടിക്കാണിച്ച് അതിനെ ഡിനൈ ചെയ്യാൻ ശ്രമിക്കാതെ പകരം ഒരു കാർഡടച്ചൊരു വെടി അങ്ങ് വെച്ചു. സ്വീപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ആ സ്വീപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് കൊണ്ട് എല്ലാവരും വിശ്വസിക്കത്തില്ല. അത് സാധാരണഗതിയിൽ ഈ പല സ്ഥാപനങ്ങളും അവർക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ ഞങ്ങളെല്ലാ നിയമവും പാലിച്ചാണ് ചെയ്യുന്നത്, ഞങ്ങളുടെ പ്രവർത്തനത്തിൽ യാതൊരു പഴുതുകളുമില്ല, ഇങ്ങനെയൊക്കെയുള്ള പൊതു അഭിപ്രായങ്ങൾ പറയും. ആ പൊതു അഭിപ്രായം സമാശ്വാസ വചനങ്ങൾക്ക് അപ്പുറത്ത് ആ പൊതു അഭിപ്രായത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല. നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് ഒരു ഇഷ്യൂ ഒരാൾ ഉന്നയിച്ചാൽ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള മറുപടിയാണ് നിങ്ങൾ നൽകേണ്ടത്. ആ സ്പെസിഫിക് മറുപടി നൽകാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നൊരു സൂചനയാണ് മിസ്റ്റർ മനോജിന്റെ മറുപടിയിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. അപ്പോ ഇനി ഇത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഇത് അങ്ങനെയാണെങ്കിൽ ഇത് DRDOയുടെ തന്നെ പഴയ ഡേറ്റ ആണെങ്കിൽ അത് എന്നാണ് ലീക്കായത്, എങ്ങനെയാണ് ലീക്കായത്, അതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരെ കണ്ടെത്തിയിരുന്നു. അവിടെ ഒരു ഡാറ്റ ബ്രീച്ച് ഉണ്ടാകുമ്പോൾ ആ ഡാറ്റ ബ്രീച്ചിന്റെ അർത്ഥം നിങ്ങളുടെ സൈബർ സെക്യൂരിറ്റിയിൽ ചില വിള്ളലുകളുണ്ട്, ചില പഴുതുകളുണ്ട്. ആ പഴുതുകൾ എതിരാളിക്ക് ഉപയോഗിക്കാമെന്നുള്ളതാണ്. ആധുനിക യുദ്ധങ്ങൾ യുദ്ധഭൂമിയിൽ മാത്രമല്ല, ആധുനിക യുദ്ധങ്ങൾ സൈബർ ലോകത്തൂടാണ് പോരാടുന്നത്. ഇപ്പൊ നമുക്ക് കഴിഞ്ഞ കുറച്ച് നാളിന് മുമ്പ് ഇപ്പൊ സർക്കാർ തന്നെ ഒരു ഡാറ്റ ഒരു വെളിപ്പെടുത്തൽ നടത്തി. ഇന്ത്യയിലെ കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് 300-ലധികം ആക്രമണങ്ങൾ, നമ്മുടെ സൈബർ ആക്രമണങ്ങൾ, അല്ലെ ജാമിങ്, സ്പൂഫിങ് ആക്രമണം, ഇലക്ട്രോണിക് വാർഫെയറിന്റെ ഭാഗമായിട്ടുള്ള ആക്രമണങ്ങൾ നമ്മുടെ വിമാനത്താവളങ്ങൾക്ക് നേരെ നടന്നു എന്നുള്ളത്. അപ്പോ ആ വിമാനത്താവളങ്ങളുടെ പേരുമൊക്കെ സർക്കാർ പുറത്തുവിട്ടിട്ടുണ്ട്. ഇപ്പം ന്യൂഡൽഹി, അതല്ലെങ്കിൽ കൂടുതലും നടന്നിരിക്കുന്നത് ഈ അമൃത്സർ എയർപോർട്ട്, അതുപോലെ തന്നെ വടക്ക് കിഴക്കൻ ഗുവാഹത്തി, അവിടെയൊക്കെ ലക്ഷ്യമാക്കിയിട്ട് നിരവധി ജാമിങ്, സ്പൂഫിങ് ആക്രമണങ്ങൾ നടന്നു. ഇങ്ങ് തെക്കേ ഇന്ത്യ വരെ അത് വ്യാപിച്ചു, അത്തരം ആക്രമണങ്ങൾ. അപ്പൊ സ്വാഭാവികമായിട്ടും മാറുന്ന കാലത്തിലെ മാറുന്ന യുദ്ധതന്ത്രങ്ങളുടെ ഒരു നേർക്കാഴ്ചയാണ് ഈ സൈബർ ആക്രമണങ്ങൾ. അതായത് ഇന്ത്യയുടെ വിമാനത്താവളങ്ങൾക്ക് നേരെ നടന്ന ഇലക്ട്രോണിക് വാർഫെയർ, ജാമിങ്, സ്പൂഫിങ് തുടങ്ങിയ ആക്രമണങ്ങൾ. അപ്പൊ ഇത് നമ്മൾ ഈ DRDOയുടെ കാര്യം പറയുമ്പോൾ അത് ഒരൊറ്റ സ്ഥാപനത്തിന് നേരെ ഒരു വൺ ഓഫ്, അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ നാട്ടിലൊരു ചെറിയ പ്രശ്നമുണ്ട്. എന്ത് സംഭവിച്ചാലും പറയും അതൊരു പ്രത്യേക ഒരു സംഭവമാണ്, അത് നമ്മൾ ജനറലൈസ് ചെയ്യണ്ട എന്നുള്ള ഒരു എക്സെപ്ഷൻസ് ആയിട്ട് നമ്മൾ പറയും. ഒറ്റപ്പെട്ട സംഭവം എന്തിനും അങ്ങനെ ഒരു മറുപടിയാണ്, ഒറ്റപ്പെട്ടതാണ്. ഇത് ഒറ്റപ്പെട്ടതാണ്. നിരന്തരമായിട്ട് നമ്മൾ ഇത്തരം സൈബർ ആക്രമണങ്ങൾ നടക്കുന്നു. അപ്പൊ മൊത്തത്തിൽ നമ്മുടെ സൈബർ സുരക്ഷ, ആ സുരക്ഷയ്ക്ക് നേരെ ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ഒരുപക്ഷെ രാജ്യത്തിന്റെ നിർണായകമായ വിവരങ്ങളൊന്നും ചോർന്നു പോയിട്ടില്ലായിരിക്കാം, അത് സത്യമായിരിക്കാം. പക്ഷെ എങ്കിലും ചിലയിടങ്ങളിലെങ്കിലും ഡാറ്റ ബ്രീച്ച് ചെയ്യാൻ, അല്ലെങ്കിൽ അവർക്ക് സെക്യൂരിറ്റി ബ്രീച്ച് ചെയ്യാനും ഡാറ്റ ആക്സസ് ചെയ്യാനും അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഇതെന്തുകൊണ്ട് സാധിച്ചു? ഇത് എത്ര കാലമായിട്ട് ഇങ്ങനെ നടക്കുന്നു? അങ്ങനെ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതിരോധം, നമ്മുടെ ഈ പഴുതുകൾ അടയ്ക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ടോ? എന്തൊക്കെ ശ്രമങ്ങളാണ് നടത്തിയിരിക്കുന്നത്? ഇത്തരം ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ട് വരും. ആ ചോദ്യത്തിനെ പൊതു മറുപടി കൊടുത്തുകൊണ്ട് കുറച്ച് IAS കാർക്ക് എല്ലാ കാര്യത്തിലും മറുപടി പറയാൻ പറ്റും എന്നുള്ള ആ ഒരു മിഥ്യാധാരണയും ഒരു തരത്തിലുള്ള ഉദ്യോഗസ്ഥ മേധാവിത്വത്തിന്റെ ധാർഷ്ട്യവും, അതുകൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. അതൊരു പക്ഷെ ചിലരുടെ വായടപ്പിക്കാനോ ചിലരെ ഭീഷണിപ്പെടുത്താനോ ഒക്കെ അതുകൊണ്ട് പറ്റും. പക്ഷെ പ്രശ്നം അപ്പോഴും അതുപോലെ നിൽക്കും. ശത്രു നമ്മുടെ നിർണായകമായ വിവരങ്ങൾ ചോർത്തിയെടുക്കുന്ന തടയുക എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഭാഗം. അല്ലാതെ സംശയം ഉന്നയിക്കുന്നവരെ കേസിൽ കൊടുക്കുന്നതോ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചതുകൊണ്ടോ രാജ്യസുരക്ഷ വരുത്താൻ പറ്റില്ല. ഈ ഒരു സത്യമാണ് ഇപ്പൊ ഇവിടെ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോ ഞാനീ പറഞ്ഞ ഒരു പ്രതിസന്ധി അത് ISROയിൽ
റോക്കറ്റിലേക്ക് കൂടി വ്യാപിച്ചിട്ടുണ്ട് എന്നുള്ള സംശയവും പലരും ഉന്നയിച്ചിട്ടുണ്ട്. കാരണം PSLV റോക്കറ്റുകളുടെ പിന്നെ ലോഞ്ചിങ് ഇപ്പൊ കുറെ നാളായിട്ട് നിന്നിരിക്കുകയാണ്. ഇതിന്റെ ഫിസിക്കൽ പാർട്ട് മാത്രമല്ല, ഇതിലൊക്കെ തന്നെ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട് പല കാര്യങ്ങളും. ഇപ്പൊ ഗൈഡൻസ് സിസ്റ്റം, അതല്ലെങ്കിൽ ആ റോക്കറ്റുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ഇതിലൊക്കെ തന്നെ നിർണായകമായിട്ടുള്ള ഇടപെടലുകൾ മറ്റൊരാൾക്ക് നടത്താൻ പറ്റും. അവിടെ ഹാക്കിംഗ് നടത്താൻ പറ്റും. സ്വാഭാവികമായിട്ടും ഫിസിക്കലി ഒരു കുഴപ്പവുമില്ലാത്ത ഒരു റോക്കറ്റിലെ ഒരു സ്പേസ് ലോഞ്ച് വെഹിക്കിള് അത് തകർന്നു വീഴുന്നതിന്റെ കാരണം പലപ്പോഴും നമ്മൾ യുക്തിപരമായിട്ട് ചിന്തിക്കുമ്പോൾ അത് സൈബർ ആക്രമണമാണോ എന്നുള്ള സംശയമായിരിക്കും മുൻതൂക്കം കിട്ടുന്നത്. ആ സംശയത്തിനായിരിക്കും മുൻതൂക്കം കിട്ടുന്നത്. അപ്പം സർവ്വ മേഖലകളും ഈ സൈബർ ആക്രമണത്തിന് വിധേയമാകാം. സൈബർ സെക്യൂരിറ്റി എന്നത് സർവ്വ മേഖലകൾക്കും ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ട ഒരു വിഭാഗമാണ്. നമ്മുടെ നാട്ടിലെ ഇപ്പം DRDOയിലാണെങ്കിലും അല്ലെങ്കിൽ ISROയിലാണെങ്കിലും ഈ സൈബർ സെക്യൂരിറ്റിയുടെ ഒരു പ്രാധാന്യം നമ്മൾ വേണ്ട രീതിയിൽ തിരിച്ചറിയുകയും അതിനനുസരിച്ചുള്ള ശ്രമങ്ങൾ നടക്കുകയും ചെയ്തിട്ടുണ്ടോ? ഇതിനൊക്കെ തന്നെ ഫണ്ട് വേണ്ടതാണ്. ഈ സൈബർ സെക്യൂരിറ്റിക്ക് ആവശ്യമുള്ളത്ര ഫണ്ട് നമ്മൾ അലോട്ട് ചെയ്യുന്നുണ്ടോ? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇതിൽ നിന്ന് വരികയാണ്. കാരണം ഇതൊരു നിസ്സാര വിഷയമല്ല. ഈ ഫിസിക്കലി ഉണ്ടാക്കുന്ന നേട്ടങ്ങളെയൊക്കെ വെറും ഒരു കൺട്രോൾ റൂമിൽ ഇരുന്നുകൊണ്ടോ അല്ലെ ഒരു കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഇരുന്ന ഒരാളുടെ ഒരു ചെലവുമില്ലാത്ത ഒരു ഒറ്റ പ്രവൃത്തി കൊണ്ട്, ഒരു സിംഗിൾ ക്ലിക്ക് കൊണ്ട് ചിലപ്പോൾ നശിപ്പിക്കാൻ പറ്റും എന്നുള്ള ഒരു സാധ്യതയാണ് ഇത്തരം ഈ DRDOയുടെ ഡാറ്റ ചോർച്ച പോലുള്ള സംഭവങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ആ ഒരു ഒറ്റപ്പെട്ട സംഭവം എന്നുള്ള രീതിയിൽ ഇതിനെ കാണാതെ ഇത് പണ്ടെന്തോ നടന്ന ഒരു സംഭവമാണ്, അത് നിങ്ങൾ പിന്നെ എന്താണ് അതിശയോക്തി കലർന്ന് സംസാരിച്ച് ആവശ്യമില്ലാതെ ആൾക്കാരുടെ മനസ്സിൽ പരിഭ്രാന്തി സൃഷ്ടിക്കരുത് എന്നൊക്കെയുള്ള കാലാകാലങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ചില തന്ത്രങ്ങൾ വീണ്ടും ഇവിടെ പ്രയോഗിക്കുന്നതിൽ ഒരു പ്രസക്തിയുമില്ല. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ നമുക്ക് വേണമെങ്കിൽ ഔദ്യോഗിക സംവിധാനം ഉപയോഗിച്ച് ആരുടെയും വായടപ്പിക്കാം. പക്ഷെ നമ്മുടെ ശത്രുവിനെ തടയാൻ ഇത്തരം തീട്ടൂരങ്ങൾക്ക് സാധ്യമല്ല. ഇത്തരം ഓർഡറുകൾക്ക്, സർക്കാർ ഭീഷണികൾക്കൊന്നും അത് കൊണ്ട് സാധ്യമല്ല. അത് നമ്മുടെ നാട്ടിലെ തന്നെ സംശയം ഉന്നയിക്കുന്നവരെ, സത്യം വിളിച്ചു പറയുന്നവരെ ഒന്ന് അടക്കിയിരുത്താനാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത്. അതായത് ഭരണകൂടത്തിനെയും സംവിധാനത്തിനെയും എതിരെയുള്ള തദ്ദേശീയമായ പ്രതിഷേധങ്ങളെ ഒന്ന് അടക്കി നിർത്താൻ മാത്രമേ അതുകൊണ്ട് ഇത്തരം പൊതു മറുപടികൾ കൊണ്ട് പ്രയോജനമുള്ളൂ. കൃത്യമായ സംശയങ്ങൾക്ക് കൃത്യമായ മറുപടികളുമായിട്ട് ഈ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വരും ദിവസങ്ങളിൽ നമ്മുടെ മുന്നിലേക്ക് വീണ്ടും എത്തും എന്ന് നമുക്ക് ആശിക്കാം. എന്തായാലും ശരി, ഒരു സർക്കാർ ഇപ്പോൾ പറയുന്ന, ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം, നോ എവിഡൻസ് ഓഫ് എനി ആക്റ്റീവ് സൈബർ അറ്റാക്ക്, അൺഓതറൈസ്ഡ് നെറ്റ്വർക്ക് ഇന്റർവെൻഷൻ ഓർ ഓൺഗോയിങ് ഡാറ്റ എക്സ്ഫിൽട്രേഷൻ. പക്ഷെ ഇവിടെയൊക്കെ ഒരുപാട് സംശയങ്ങൾ ഈ മറുപടികൾ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഇപ്പോ ഒന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കുറച്ചു നാൾ മുമ്പ് നടന്നു എന്നും സമ്മതിക്കുന്ന പോലെ അല്ലേ. നോ ഓൺഗോയിങ് സൈബർ എക്സ്ഫിൽട്രേഷൻ, നോ കറന്റ്ലി ദർ ഇസ് നോ ആക്റ്റീവ് സൈബർ അറ്റാക്ക് എന്നൊക്കെ പറയുമ്പോൾ കറന്റ്ലി ദർ ഇസ് നോ അറ്റാക്ക്, ഇറ്റ് മീൻസ് ദാറ്റ് ദർ വാസ് ആൻ അറ്റാക്ക് ഓർ ദർ ഹാസ് ബീൻ ആൻ അറ്റാക്ക്. അങ്ങനെയൊക്കെ ആയിക്കൂടെ. എന്തായാലും ശരി, പൂർണ്ണമായ ഒരു സംശയ നിവാരണം വരുന്ന ദിവസങ്ങളിൽ സാധ്യമാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് ഈ വിഷയവുമായിട്ട് നമ്മൾ വീണ്ടും പ്രേക്ഷകരുടെ മുന്നിലെത്തും. എല്ലാവരും കാത്തിരിക്കുക. നമസ്കാരം.